ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നത് കേട്ടാ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ഏതൊരു സ്വാഗതം. ഈ J1 വിസയുടെ US-ലെ J1 വിസ ഞാൻ ആക്ച്വലി വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു വിസയെ കുറിച്ച് അറിയുന്നത്. സത്യത്തിൽ നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീമിന്റെ വീഡിയോസ് ചെയ്യുന്നതിനിടയിൽ നമുക്കറിയാം ഒരുപാട് പേർക്ക് ഇപ്രാവശ്യം യങ് പ്രൊഫഷണൽ സ്കീം കിട്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ നമ്മളെ കോൺടാക്ട് ചെയ്തു. അവൻ ആക്ച്വലി J1 വിസയെ കിട്ടി, അവൻ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവന് യങ് പ്രൊഫഷണൽ സ്കീമും കൂടി കിട്ടിയായിരുന്നു. സോ അവൻ US-ൽ പോയി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് US-ൽ J1 വിസ ഉണ്ട് എന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്താണ് J1 വിസ. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് റീലങ്ങാണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കുറച്ച് കണക്ഷൻസ് കിട്ടി. J1 വിസയിൽ ഓൾറെഡി പോയവരും J1 വിസയിൽ നിൽക്കുന്നവരും എല്ലാം നമുക്ക് അതിനകത്ത് കണക്ഷൻ കിട്ടിയായിരുന്നു. സോ അപ്പം ഞാൻ ഇത് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അധികവും ഈ J1 വിസ എന്തെന്ന് അറിയില്ല എന്ന് മനസ്സിലായി. അത് മാത്രമല്ല, ഇത് നമ്മൾ UK-ലും യൂറോപ്പിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതും അറിയില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എത്തിക്കുക. കാരണം എല്ലാവരും അറിയട്ടെ, എല്ലാവരും ട്രൈ ചെയ്യട്ടെ. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫാക്ട്സ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും പോസിബിലിറ്റീസ് എത്രത്തോളമാണ്, ഇതെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയുടെ സ്വാഗതം. J1 വിസ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, അതൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. അതിനെ എക്സ്ചേഞ്ച് വിസിറ്റർ വിസ എന്നും അതേപോലെ തന്നെ കൾച്ചറൽ ഈ പറഞ്ഞ എക്സ്ചേഞ്ച് വിസ എന്നൊക്കെ അതിന് പറയുന്നുണ്ട് J1 വിസയിൽ. അപ്പം ഞാൻ ആ ഫസ്റ്റ് കിട്ടിയ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ J1 വിസ അങ്ങനെ അവന് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നുള്ളൂ J1 വിസയുടെ കുറിച്ച്. അവൻ ആക്ച്വലി ഇതേപോലെ ഒരു എന്താ പറയുക, ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അവൻ്റെ സുഹൃത്ത് ത്രൂ ആ സുഹൃത്ത് ഒരു ഏജൻസി ത്രൂ ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് അവൻ ആക്ച്വലി ഈ പറഞ്ഞ US-ലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പഠിച്ചു കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക്, നാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ഈ UK-ലൊക്കെ പഠിച്ചു കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഇതേപോലെ J1 വിസ ട്രൈ ചെയ്യാം. ഏതൊക്കെ മേഖലയിൽ ട്രൈ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിസ, എത്ര വർഷത്തേക്കാണ് വിസ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഇതൊരു പാർട്ട് 1 ആയിട്ട് മാത്രം വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ കുറേ അധികം ആൾക്കാർ വീണ്ടും കുറച്ച് ഇൻഫർമേഷനായിട്ട് നമ്മുടെ അടുത്ത് വരും. അതും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അത് മാത്രമല്ല, എന്നൊരു ഏജൻസിയെ കൂടി നമ്മൾ പരിചയപ്പെടുത്താം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഹൃത്ത് നമുക്കൊരു ഏജൻസിയെ പരിചയപ്പെടുത്തി അവർ ഫ്രീ ആയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ നമ്മളത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഇൻ കേസ് പൈസ മേടിക്കുവാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഇൻഫോം ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ അത് അവയർനെസ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് മാത്രമാണ്. സോ നമുക്ക് നോക്കാം എന്താണ് J1 വിസ എന്നുള്ളത്. ഓക്കെ, J1 വിസ എന്ന് പറഞ്ഞാൽ there are 2 non-immigrant visa categories for person to participate exchange visitor visa program in the United States. The J1 visa for educational and cultural exchange program designated by the Department of States. ഓക്കെ, ഇതാണ് J1 വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത്. സോ അവരുടെ വെബ്സൈറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, സോ ഈ J1 വിസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇത് മാത്രമല്ല, ഇത് റിക്രൂട്ട് ചെയ്യുന്ന കുറച്ചധികം ഏജൻസും ഉണ്ട്. സോ ഏജൻസ് പൈസ കൊടുത്ത് റിക്രൂട്ട് ചെയ്യുന്നവരുണ്ട്, ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് റിക്രൂട്ട് ചെയ്യുന്നവരല്ല, ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നവരെ ആണ് നോക്കട്ടെ. ഫസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈപ്പ് J1 വിസ ഉണ്ട്, ഏതൊക്കെ മേഖലയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മളന്ന് അറിയേണ്ടത്. ഫസ്റ്റ് തന്നെ ഒരു കേസ് പറയാം. ഈ J1 വിസ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളാണ്, J1 കഴിഞ്ഞല്ലോ പരിപാടി, അങ്ങനെയല്ല. ഇതിനകത്ത് കുറച്ച് റിക്വയർമെൻറ്റ്സ്, ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾ US എംബസിയിലൊക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം എംബസിയിൽ US-ൻ്റെ ഇൻ്റർവ്യൂ കുറച്ച് കറക്റ്റാണ്, മീൻസ് കുറച്ച് ടൈറ്റ് ആയിരിക്കും. അത് മാത്രമല്ല കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും എല്ലാവർക്കും അറിയില്ല, 2 ഇൻ്റർവ്യൂയുടെ കേസ് അറിയില്ല. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോന്നോരായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇതിനകത്ത് കുറച്ചധികം ടൈപ്പ് വിസകളുണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് പോയ സുഹൃത്തിൻ്റെ അടുത്തും പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് ഇതേപോലെ ഷെഫായിട്ട് പോയ ഒരു സുഹൃത്തുണ്ടായിരുന്നു. 2 പേര് ഷെഫായിട്ടുള്ളവർ കണ്ടു. പിന്നെ ഒരാൾ പോയത് വെറൈറ്റി ആയിട്ട് ക്യാമ്പ് കൗൺസിലർ എന്നുള്ളൊരു ഇതായിരുന്നു, മീൻസ് ഈ J1 വിസയായിരുന്നു. എല്ലാത്തിനും അതിൻ്റെ ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആണ്. ചിലതിന് ഡ്യൂറേഷൻ വളരെ കൂടുതലും, അതായത് കൂടിയ ഒരു, ഞാൻ ഇപ്പോൾ ഗൂഗിൾ നോക്കുമ്പോൾ ഒരു എന്താ പറയുക 3 years 5 years എന്നൊക്കെ പറയുന്നവരുണ്ട് ചിലർ. അപ്പോൾ അത് എക്സാക്ട്ലി എനിക്ക് കറക്റ്റായിട്ട് എത്രയാണെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരും ഞാൻ ചോദിച്ചപ്പോഴും ഓരോ ടൈമാണ് പറയുക. ചിലർ 3 months ആവുള്ളൂ, ചിലർ 6 months ആവുള്ളൂ എന്ന് പറഞ്ഞവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ചാണ് റിസർച്ച് സ്കോളേഴ്സിന്, അതായത് ഇവിടെ പഠിച്ച് ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ല കൂടുതലും കൊടുക്കുന്നത്, ഫ്രഷേഴ്സിനാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ റിസർച്ച് സ്കോളേഴ്സിനുണ്ട്, അതുപോലെ ഷോർട്ട് ടേം സ്കോളേഴ്സിനുണ്ട്. ഓക്കെ,
സമ്മർ വർക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റും, അവർക്ക് ഇത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിഷ്യൻസിന് നോക്കാൻ പറ്റും. സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിനും ഇത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ AU പെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാം. അത് പേഴ്സൺ വർക്കിംഗ് ഫോർ ആൻഡ് ലിവിങ് ആസ് എ പാർട്ട് ഓഫ് എ ഹോസ്റ്റ് ഫാമിലി ടിപ്പിക്കലി AU പെയർ, അങ്ങനെ എന്തൊരു സംഭവമാണ്. സോ ആ ഒരു സംഭവമുണ്ട്. സ്പെഷ്യലിസ്റ്റുകൾക്ക് ഉണ്ട്, കുറേയധികം സ്പെഷ്യലിസ്റ്റുകൾ വിഭാഗക്കാർക്ക് പോവാം. ഗവൺമെന്റ് വിസിറ്റേഴ്സിനുണ്ട്, ടീച്ചേഴ്സിനുണ്ട്, പ്രൊഫസേഴ്സിനുണ്ട്, ക്യാമ്പ് കൗൺസിലേഴ്സിനുണ്ട്, അതേപോലെ തന്നെ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് ഞാൻ അടുത്തിടെയാണ് അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് അറിഞ്ഞില്ല. പിന്നെ ഇന്റേൺഷിപ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ പോയിരിക്കുന്നത്. ഇന്റേൺഷിപ്പ് പോലെ ഒരു പരിപാടിക്ക് പോകുന്നത്. ഒരു 12 months ആയിരിക്കും ഇതിനകത്ത് മെയിൻ ആയിട്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ J1 വിസയിൽ പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞതിന്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് 12 months കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരണം. 12 months കഴിഞ്ഞാൽ പിന്നെ 30 days കൂടി നമുക്ക് കൈ തരും. അപ്പോൾ ഈ 30 daysനകത്ത് നമുക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. ഓക്കെ, വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു ജോബിലേക്ക് സ്വിച്ച് ചെയ്യാനോ ഇല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലർ പറയുന്നുണ്ട് എന്താണ് സ്റ്റുഡൻറ് വിസയ്ക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം കറക്റ്റ് ആണെന്നോ ആ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിസർച്ച് ചെയ്യാനും അത് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഇൻഫർമേഷൻസ് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരണം. പിന്നെ ഒരു 3 വർഷത്തിന് ശേഷമായിരിക്കും പിന്നെ നിങ്ങൾ അവിടെ സ്റ്റുഡൻറ് വിസയ്ക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരു വർക്ക് വിസയ്ക്കൊക്കെ ട്രൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ US-ലേക്ക് ഒന്നാമത് നമ്മൾ പോകാൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അവസരങ്ങൾ യൂസ് ചെയ്യാം. ചിലർക്ക് 12 months ആയിരിക്കാം, ചിലർക്ക് അത് 24 months ആയിരിക്കാം, അത് 3 years കിട്ടുന്നവർക്കും ഉണ്ട്. അതിപ്പോൾ റിസർച്ച് സ്കോളേഴ്സിന് അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ഇതിനുണ്ട്. ഓക്കെ. സോ അത് മാത്രമല്ല J1 വിസ ഹാസ് 15 category ഓഫ് എലിജിബിൾ റോൾസ് ആൻഡ് ഓർ പ്രോഗ്രാംസ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അത് കുറച്ചധികം കാറ്റഗറീസ് ഉണ്ട്. സോ ഇതിൻ്റെ ബേസിക് ഇപ്പം ഞാൻ ആ പയ്യൻ്റെ നമ്മുടെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി കഴിഞ്ഞ് പോയ പയ്യൻ അവൻ പഠിച്ച ഉടൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോട്ടൽ കണ്ടെത്തി അതിനകത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഹോട്ടൽ കണ്ടെത്തി ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ആയപ്പോൾ അവൻ ആവശ്യം വേണ്ടി വന്നത് ഒരു സ്പോൺസറെയാണ്. സ്പോൺസർ അവൻ കണ്ടെത്തി. അവൻ സ്പോൺസറിന്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഒരു ഏജൻസിയാണ് അവന് കണ്ടെത്തി കൊടുത്തത്. അപ്പോൾ അവൻ ഈ ഫസ്റ്റ് പോയ സുഹൃത്ത് പേയ്മെന്റ് കൊടുത്തു. ഏകദേശം 4 ലക്ഷത്തോളം പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റ് ഒരു പയ്യൻ പോയത് ഫ്രീ ആയിട്ട് പോയതാണ്. സോ അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സുഹൃത്തിന്റെ സ്പോൺസർ ഇൻട്രാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അവനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും, ഇനി IELTS OET PT ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാധനം ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ഹോട്ടൽ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം. ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം, അതിൻ്റെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം. സെക്കൻഡ് നമുക്ക് എംബസി ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കടമ്പകളുള്ളൂ. കടമ്പകൾ പാസ്സായി പോകുന്നവരാണ് ഇപ്പോൾ ഈ സുഹൃത്തുക്കൾ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഞെട്ടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാമ്പ് കൗൺസിലറൊക്കെ ആയിട്ട് ആൾക്കാർ അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി. അതുമാത്രമല്ല കുറേയധികം ജോബുകൾക്ക് ഇതേപോലെ ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും മറ്റ് ഈ സ്റ്റെം റിലേറ്റഡ് സബ്ജക്ട്സ് ഉള്ളവർക്കും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും എല്ലാം ഇന്റേൺഷിപ്പ് അടക്കം പല മേഖലകളിൽ ഇന്റേൺഷിപ്പ് അടക്കം നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. അത് US-ൽ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ 12 months ആണെങ്കിലും ഏണിങ്സ് നിങ്ങൾക്ക് ശമ്പളം ഉണ്ടാവും. ശമ്പളത്തോടു കൂടിയായിരിക്കും നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാനിത് ചില്ലറ കാര്യമല്ല. എക്സ്പീരിയൻസ് ഉണ്ടാവും, US-ൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് നാട്ടിൽ വരുമ്പോൾ ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് തിരിച്ച് US-ലേക്ക് കിട്ടാനുള്ള സാധ്യതകൾ കാണും. അങ്ങനെയൊക്കെ പോസിബിലിറ്റീസ് അവിടെ കാണുന്നവർ, ചിന്തിക്കുന്നവർ, അങ്ങനെ ചിന്തിക്കുന്ന താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഞാൻ പോകുന്നവർക്ക് അതൊക്കെ കിട്ടുന്നു J1 വിസ എന്നല്ല പറയുന്നത്. തമ്മിൽ കണ്ടിട്ട് കമന്റ് അടിക്കാൻ വരുന്നവർക്കാണ് കേട്ടോ ഈ പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ സ്ക്രീൻഷോട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ J1 വിസ ക്യാമ്പ് കൗൺസിലായിട്ട് പോയതാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വിസ ടൈം പീരീഡ് എന്ന് വെച്ചാൽ 90 days ആണ്. പ്ലസ് ഒരു 60 days നിങ്ങൾക്ക് ക്യാമ്പ് തിരിച്ചു വരാനുള്ള പർച്ചേസിനും ഇല്ലെങ്കിൽ ചുറ്റി കാണാനുള്ള ഒരു ഇതാണ്. ക്യാമ്പ് കൗൺസിലർ എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ സമ്മർ ക്യാമ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു ക്യാമ്പ് കൗൺസിലറിൻ്റെ എന്താണ് പരിപാടികൾ, ഇതിൽ ഓരോ പരിപാടികൾ എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ലിങ്കുകൾ ഞാൻ താഴ്ത്തിടാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അതിനകത്ത് ചെക്ക് ചെയ്യുക എന്താണ് ക്യാമ്പ് കൗൺസിലർ, അതിൽ എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, യെസ്, ക്യാമ്പ് കൗൺസിലറുടെ ജസ്റ്റ് ഞാൻ എന്താ സ്ക്രീനിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ദ ക്യാമ്പ് കൗൺസിൽ പ്രോഗ്രാം ഫോറിൻ പോസ്റ്റ് സെക്കൻഡറി സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് വർക്കേഴ്സ് ആർ ഏബിൾ ടു വർക്ക് അറ്റ് അമേരിക്ക സമ്മർ ക്യാമ്പ്സ്. സോ സമ്മർ ക്യാമ്പ്സിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. സ്പീക്ക്
ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ബി പ്രൊഫിഷ്യൻറ്റ് ഇൻ ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ. അത് കുട്ടികളായിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ളൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബി അറ്റ്ലീസ്റ്റ് 18 years old, 18 വയസ്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ബി എ ഫോറിൻ പോസ്റ്റ് സെക്കൻഡറി സ്റ്റുഡൻറ്റ്, അതായത് അമേരിക്കയ്ക്ക് പുറത്തുള്ള ഒരു ആളായിരിക്കണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ. സോ ഇങ്ങനെ തന്നെയാണ് ഓരോ പ്രോഗ്രാമിൻ്റെയും കാര്യങ്ങളുള്ളത്. ഇതിനകത്ത് ഏജൻസ് ഉണ്ട്, ഒരുപാട് ഏജൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ആ ഏജൻസ് ത്രൂ ട്രൈ ചെയ്യാൻ പറ്റും. അതെല്ലാം ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിന് സ്പെഷ്യലായിട്ട് IELTS കാര്യങ്ങളോ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഓരോ ഇതിനും പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ, ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആണെങ്കിൽ മാസ്റ്റർ, അത് എന്താണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ റിസർച്ച് സ്കോളേഴ്സിന് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വേണം. അതുമാത്രമല്ല ഇപ്പോൾ ക്യാമ്പ് കൗൺസിലിൽ മിനിമം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ സെക്കൻഡറി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ പഠിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ട്രൈ ചെയ്യണം. അതിപ്പോൾ പഠിച്ച് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. സോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് അവർക്ക് ഇത് ഫ്രഷ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബ്രേക്ക് ത്രൂ ആണ്, അവർ ട്രൈ ചെയ്യും അല്ലേ. സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഈ പറഞ്ഞ കമ്പനി, ഞാൻ ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം. ഓക്കെ, ഇവർ ആക്ച്വലി ഫ്രീ ആയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നതാണ് അറിയാനായിട്ട് സാധിച്ചത്. അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള ബോട്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കയറി അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനകത്ത് കുറേയധികം പ്രോഗ്രാംസ് ഉണ്ട്. അവർ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എംപ്ലോയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഷെഫായിട്ട് പോയ സുഹൃത്ത് പറഞ്ഞത് അവരുടെ ഗ്രീൻ ഹേർട്ട് എക്സ്ചേഞ്ച് എന്നുള്ള ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് അതിൻ്റെ മെയിൻ ഏജൻസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. സോ ഇതിനകത്ത് ഹോസ്റ്റ് ആൻഡ് ഇന്റർനാഷണൽ പാർട്ടിസിപ്പൻറ്റ് ഇൻ യുവർ ബിസിനസ്, ഹോം ഓർ സ്കൂൾ എന്നുള്ള രീതിയിലാണ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഇതിനകത്തൂടെ കിട്ടും. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ കമ്പനി ഡീറ്റെയിൽസ്, ആ സുഹൃത്ത് പോയ കമ്പനി ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് സ്പോൺസേഴ്സിന് ആവശ്യമാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. പക്ഷേ അവർ പേയ്മെൻറ്റ് മേടിക്കേണ്ടതെന്നാണ് എൻ്റെ ഉത്തരവാദിത്വമല്ല. നിങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധമില്ലേ, അതും കൂടി പറയട്ടെ. ഇൻഫർമേഷൻ തരുമ്പോഴേ ചിലപ്പോൾ നമുക്ക് വളരെ ആവരുതല്ലോ, അതും കൂടിയിട്ട് ഞാൻ എടുത്ത് പറയണം കേട്ടോ. പിന്നെ അതുമാത്രമല്ല, പ്രൊഫഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ട് ഇതിനകത്ത്. പല ടൈപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. പല വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇതേപോലെ പോകുന്നുണ്ട്. സോ ഇവരുടെ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവർ ത്രൂ ഒക്കെയാണ് ഈ സുഹൃത്തുക്കൾ അവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഒരു 3-4 പേരെയാണ് നമ്മൾ ശരിക്കും പരിചയപ്പെട്ടത് ഈ പറഞ്ഞ പ്രോഗ്രാം ത്രൂ അവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റും, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ മുന്നേ തന്നെ പറഞ്ഞു, വേറെ വിസകളിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചാടി നിൽക്കുക എന്നുള്ള പരിപാടിയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇല്ലീഗലായിട്ടുള്ള പരിപാടികളാണ്. അതിൻ്റെ ദൂഷ്യവശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് ചെയ്യാനായിട്ട് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ വന്ന് തിരിച്ചു കഴിഞ്ഞ് നല്ലൊരു അവിടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത അത് എത്രത്തോളം ആണെന്നുള്ളത് അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷേ നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ജോലിയൊക്കെ ഈസി ആയിട്ട് കിട്ടും. US നിന്നൊക്കെ പോയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ ജോലി പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. J1 വിസ പല ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ J1 സ്റ്റുഡൻറ്റ് ഉണ്ട്, J1 വിസ, പല ടൈപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ക്യാമ്പ് കൗൺസിൽ തൊട്ട് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ്, സെക്കൻഡറി സ്റ്റുഡൻറ്റ് പ്രോഗ്രാംസ്, അങ്ങനെ പലതും ഉണ്ട്. ഗവൺമെൻറ് വിസിറ്റർ പ്രോഗ്രാംസ്, ഇൻ്റർനാഷണൽ വിസിറ്റർ പ്രോഗ്രാം, ഫിസിഷ്യൻ പ്രോഗ്രാം, അങ്ങനെ പല ടൈപ്പും ഉണ്ട്. ഇതിൽ ഓരോത്തിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരയേണ്ടത് എനിക്ക് ഉത്തരവാദിത്വം ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഷെയർ ചെയ്തേ, ഇനി ട്രൈ ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ഒരു ഗ്രൂപ്പ് താഴത്ത് ലിങ്ക് ഉണ്ട്, നമ്മുടെ മാപ്പ് ടു യൂറോപ്പ് എന്നുള്ളത്. അതിനകത്ത് കയറി ജോയിൻ ചെയ്തിട്ട് ഞാൻ ലിങ്ക് അതിനകത്ത് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്ത് പരസ്പരം ചോദിച്ചും മനസ്സിലാക്കിയും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി ട്രൈ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റു സുഹൃത്തുക്കളും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണാം, ബൈ.